നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ചേച്ചി എന്താ കിടക്കാത്തെ? മോള് മുറിയിൽ ഒറ്റയ്ക്കല്ലേ? അവളെ നല്ല ഉറക്കോ. ഉണർന്ന എന്നെ വിളിക്കും. ഓരോന്നാലോചിച്ചിട്ട് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല ചീരു. അച്ഛനു വേണ്ടി മരിക്കാൻ പോലും തയ്യാറായി നടക്കുന്ന രഘുവേട്ടനെ അച്ഛൻ ഇങ്ങനെ അകറ്റുന്നത് എങ്ങനെയാ ചീരു? അച്ഛൻ രഘുവേട്ടനെ അറിയിക്കാതെ ശബരിയെ വിളിച്ച് പറയാണ് ചെയ്തതെങ്കിൽ രഘുവേട്ടൻ എത്രമാത്രം സങ്കടം തോന്നിക്കാണും. രഘുവേട്ടനെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടാണ് അച്ഛൻ ശബരിയെ വിളിച്ചെന്നാവും പറഞ്ഞില്ലേ ചേച്ചി? അതവൻ എന്നെ ആശ്വസിപ്പിക്കാനും പിന്നെ ദേഹയുടെ നാവടക്കാനും പറഞ്ഞതാ ചീരു. അച്ഛൻ രഘുവേട്ടനെ അറിയിച്ചിരിക്കാൻ സാധ്യതയില്ലെന്ന് തന്നെയാ എന്റെ മനസ്സ് പറയുന്നത്. ഇല്ല ചേച്ചി, അങ്ങനെയാണെങ്കിൽ രഘുവേട്ടൻ ചേച്ചിയെ വിളിച്ച് കല്യാണക്കാര്യം പറയുമ്പോ എന്തെങ്കിലും ഒരു സൂചന തരില്ലേ? രഘുവേട്ടന്റെ ശബ്ദത്തിൽ പോലും ഒരു വ്യത്യാസം ചേച്ചിക്ക് തോന്നിയില്ലല്ലോ. ഇന്ദ്രനും എന്നെ ഒരുമിക്കാൻ പോകുന്നു പറയുമ്പോ രഘുവേട്ടനെ സന്തോഷിക്കാനല്ലേ പറ്റൂ ചീരു. അവരുടെ കാര്യമായതുകൊണ്ട് തന്നെ ആയിരിക്കും അച്ഛൻ ക്ഷണിക്കാഞ്ഞിട്ടും രഘുവേട്ടൻ എല്ലാത്തിനും മുന്നിട്ടിറങ്ങിയതും പഞ്ചരത്നത്തിലേക്ക് പോയതുപോലും. ചേച്ചി, എന്തായാലും അച്ഛന്റെ അനുചേച്ചിയുടെ അടുത്തേക്കല്ലേ രഘുവേട്ടൻ പോയിരിക്കുന്നത്. ഇന്നത്തോടെ രഘുവേട്ടനോടുള്ള അച്ഛന്റെ ദേഷ്യം അനുചേച്ചി സംസാരിച്ച് തീർത്തിരിക്കും. ദാസങ്ങളും ഉള്ള സ്ഥിതിക്ക് ഉറപ്പായിട്ടും അച്ഛൻ ബാക്കിയൊക്കെ മറക്കും ചേച്ചി. ദാസങ്ങളും കൂടി പഞ്ചരത്നത്തിലേക്ക് പോയത് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയായിരിക്കും അല്ല ജീരു? നീ പറഞ്ഞതുപോലെ ഇന്ദ്രനും അനുവും വീണ്ടും ഒന്നാകാൻ പോകുന്നതിന്റെ ആശ്വാസത്തിൽ രഘുവേട്ടനെ മനസ്സിലാക്കാൻ അച്ഛനൊന്ന് തയ്യാറായ മതിയായിരുന്നു. ചേച്ചി സമാധാനായിട്ടിരിക്കും. നാളെ എന്തായാലും ഒരു നല്ല കാര്യം നടക്കാൻ പോവല്ലേ, അതോടെ എല്ലാം കലങ്ങി തെളിയും ചേച്ചി. ചേച്ചി എഴുന്നേറ്റ് ഒന്ന് കിടക്ക്. ദേ, നാളെ നമുക്ക് അമ്പലത്തിലൊക്കെ പോകണ്ടേ? അനുചേച്ചിയെ പുതിയൊരു ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊടുക്കണ്ടേ? ആ, ചടങ്ങിന് അമ്മയുടെ സ്ഥാനത്ത് നിൽക്കേണ്ടത് അമ്പിളി ചേച്ചിയാ. എന്റെ അനിയത്തിമാർക്ക് നല്ലത് വരുമ്പോ എന്നെക്കാൾ സന്തോഷിക്കുന്നത് രഘുവേട്ടനാ. ആ രഘുവേട്ടൻ നാളെ സങ്കടപ്പെടാൻ ഇടവരല്ലേ ദൈവങ്ങളെ. ചേച്ചി അറിയില്ലേ, സങ്കടപ്പെടാതെ എല്ലാം ശരിയാവും. വാ, വന്ന് കിടക്ക്. വാ വാ വാ, എണിക്ക്. വാ, എഴുന്നേക്ക്. വാ. രഘു, ഈ ലോകത്തിലുള്ള ഒരു കാര്യം ഒരുപാട് ആലോചിച്ചുകൊണ്ടിരുന്നാൽ ഒരു എത്തും പിടിയും കിട്ടില്ല എന്റെ രഘു. തൽക്കാലം ബാക്കിയൊക്കെ അങ്ങ് മറന്നേക്ക്. നാളെ നമ്മുടെ അനുപമയുടെ താലികെട്ട് നടത്തുന്നതിനെ പറ്റി മാത്രം തൽക്കാലം ആലോചിച്ചാൽ മതി. ആ ചടങ്ങിന് നമ്മളോടൊപ്പം വരാൻ പറ്റില്ലെന്നൊന്നും അണ്ണൻ പറഞ്ഞില്ലല്ലോ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും ആയിരിക്കണമെന്നില്ല രഘു അണ്ണന്റെ മനസ്സ്. ചിലപ്പോ നമ്മളെ അവഗണിച്ചതിൽ നമ്മളെക്കാൾ വിഷം അനുഭവിക്കുന്നത് അണ്ണനായിരിക്കും. അതെനിക്കറിയാങ്കളെ. അമ്മാവന്റെ മനസ്സ് എത്രമാത്രം നീറുന്നുണ്ടെന്ന് എനിക്ക് ഊഹിക്കാം. നീ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്റെ നേരെ ഒന്ന് പൊട്ടിത്തെറിച്ചിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതും അതുകൊണ്ടാണ്. നിനക്കെതിരെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ കിട്ടാതെ അണ്ണൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല രഘു. ആദിലിനോട് ചോദിച്ച് അണ്ണൻ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തെളിവില്ലാത്തതുകൊണ്ട് നീ തെറ്റുകാരനാണെന്നുള്ളൊരു വാക്ക് അണ്ണന്റെ നാവിൽ നിന്ന് ഒരിക്കലും വരികയില്ല. അതാണ് അണ്ണൻ.
അപ്പോ എന്നെക്കൊണ്ട് തെറ്റേറ്റു പറയിപ്പിക്കാനുള്ളൊരു സമ്മർദ്ദമായിരിക്കുമല്ലേ? അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. എന്തായാലും അണ്ണൻ അതിന്റെ പേരിൽ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. അല്ല അങ്കിളെ, അതിനൊരു പരിഹാരം ഉണ്ടാക്കണ്ടേ? അമ്മാവൻ അതിൽ നിന്ന് രക്ഷിക്കേണ്ടത് എൻ്റെ കൂടി കടമയല്ലേ? അങ്കിള് പറ, ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാ. അതെ, അങ്കിളും രഘുവേട്ടനും കിടന്നില്ലേ? സമയം ഒരുപാടായി. അത് രാവിലെ നമുക്ക് പോണ്ടതല്ലേ? അതെ, രണ്ടുപേരോടും വന്ന് കിടക്കാൻ അച്ഛൻ പറഞ്ഞു. നോക്കണ്ട, അച്ഛൻ തന്നെ എന്റെ മുറിയിൽ വന്ന് പറഞ്ഞതാ. നിങ്ങളുടെ വിഷമം അച്ഛൻ മനസ്സിലാക്കാഞ്ഞിട്ടൊന്നുമല്ല. ചിലതൊക്കെ ഓർക്കുമ്പോ അച്ഛൻ അങ്ങനെ പെരുമാറാൻ പറ്റുന്നുള്ളൂ, അത്രേ ഉള്ളൂ. അങ്കിളും രഘുവേട്ടനും വന്ന് കിടന്നില്ലെങ്കിൽ ഇന്നിനി അച്ഛനും ഉറങ്ങില്ല. അതിനെ ഇട വരുത്തണോ രഘുവേട്ടാ? അയ്യോ ഇല്ല, ഞാൻ കാരണം അമ്മാവൻ ഉറങ്ങാതിരിക്കണ്ട. അങ്കിളെ, നമുക്ക് പോയി കിടക്കാം. ശരി ശരി, നമ്മുടെ കാര്യം എന്തായാലും അണ്ണൻ ശ്രദ്ധിച്ചല്ലോ. തൽക്കാലം അത്ര മതി. നമുക്കിന്ന് സമാധാനമായിട്ട് ഉറങ്ങാം. വാ. ചായ. അവിടെ വെച്ചോ. ഇന്നെന്താ ദയേ നിനക്കൊരു ഉഷാറില്ലാത്ത? വേഗം കുടിച്ച് റെഡിയാവാൻ നോക്ക്. നമുക്ക് കല്യാണത്തിന് പോകണ്ടേ? നമുക്ക് കുറച്ച് നേരത്തെ ഇറങ്ങണം. അച്ഛന് ശങ്കരനാരായണ ക്ഷേത്രത്തിൽ ഒന്ന് തൊഴണമെന്ന് പറഞ്ഞിരുന്നു. അച്ഛനും വരുന്നുണ്ടോ? പിന്നെ അനുചേച്ചിയുടെ കല്യാണത്തിന് അച്ഛൻ വരാതിരിക്കും? നമ്മൾ ഒരുമിച്ച് ടാക്സിയിലാണ് പോകുന്നത്. പോകുന്ന വഴി ചീരുവിനെയും ഭാനുവമ്മേനെയും കൂടി കൊണ്ടുപോകണം. നിങ്ങൾ അവരെയൊക്കെ കൂട്ടി അങ്ങ് പോയാ മതി. ഞാനങ്ങ് വരുന്നില്ല. വരുന്നില്ലെന്നാ? അത് പറ്റി? ഇന്നലെ നീ ഡ്രസ് വരെ എടുത്തു വെച്ചാണല്ലോ, പിന്നെന്താ പെട്ടെന്ന് പറ്റിയേ? പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്നൊക്കെ എന്നെ എല്ലാവരും കൂടെ മാറ്റി നിർത്തുന്നത് ശബരീട്ടൻ കാണുന്നില്ലേ? ഇന്നലെ രാത്രി നമ്മൾ അവിടുന്ന് തിരിച്ചു വരുന്നത് വരെ പഞ്ചരത്നത്തിൽ പോയ അനുചേച്ചി ഒരുക്കുന്ന കാര്യം ആരെങ്കിലും പറഞ്ഞോ? എന്നിട്ട് ഇന്ന് പുലർച്ചെ അമ്പിളി ചേച്ചിക്ക് മഞ്ചാടിക്ക് അങ്ങോട്ട് പോകാൻ രഘുവേട്ടൻ വണ്ടി അയച്ചു കൊടുത്തിരിക്കുന്നു. അത് പിന്നെ പഞ്ചരത്നത്തിൽ നിന്ന് ഇറങ്ങുമ്പോ സ്ത്രീകൾ ആരെങ്കിലും കൂടെ വേണമെന്ന് തോന്നിയോണ്ടല്ലേ? ഞാനെന്താ സ്ത്രീയല്ലേ?